ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന നന്ദുവിനോട് പറയാണ് അവരുടെ കുറ്റപ്പെടുത്തിയ വാക്കുകൾ. എന്തിനും ഏതിനും എൻ്റെ കൂടെ നിന്നിരുന്ന എൻ്റെ ഇളയമ്മ എന്ന് പറയുന്ന അവരുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുന്നു. അതുകൊണ്ട് മോളെ, നീ തന്നെ വേണം, ഇനി നന്ദു തന്നെ വേണം അനാമികയെ കണ്ടെത്താൻ. എങ്കിൽ മാത്രമാണ് ഇത് കഴിയുള്ളൂ. കാരണം ഒരുവിധം ഗുണ്ടകളുമായുള്ള ഇടപാടുകളൊക്കെ നിനക്കറിയാലോ. അവരുടെ താവളം എവിടെയെന്നൊക്കെ നിനക്ക് കണ്ടെത്താൻ കഴിയുമല്ലോ. അതുകൊണ്ട് ഞാനും നീയും ഒന്ന് ഇറങ്ങി പുറപ്പെടാം, നന്ദുവിനെ കണ്ടെത്താം. എന്നിട്ട് അവർക്ക് മുന്നിൽ ഇട്ട് കൊടുത്ത് അവരുടെ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നു കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന നന്ദു പറയുന്നത് ശരിയാണ്, എന്തായാലും എന്നെ തന്നെ ആയിരിക്കും ഇനി കുറ്റം പറയുക. അവർ എന്നോട് മുള്ളും മണിയും വെച്ച് സംസാരിച്ചു. ഇവിടെ അനാമിക എന്തോ കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ കുട്ടി എന്നെ കാണണമെന്ന് പറഞ്ഞു, പക്ഷെ അവളും ഞാനുമായി കാണാൻ പറ്റിയില്ല എന്ന് തിരിച്ചും പറയുന്നു കേട്ടോ. അങ്ങനെ ഈ സമയമാണെങ്കിലോ ജാനകിയുടെ ഉള്ളിൽ ഈഗോ വന്ന് തുടങ്ങി. തൻ്റെ മരുമകളെ ഈ വീട്ടിൽ വരാതിരിക്കാൻ വേണ്ടി അനാമിക പറഞ്ഞതുപോലെ തന്നെ മനഃപൂർവ്വം ഇവരെല്ലാവരും ഒരുക്കിയ കെണിയാണ് ഈ വിവാഹം നടക്കാതിരിക്കാനും നന്ദുവും അനിയുമായുള്ള വിവാഹം നടത്താനുള്ള ആ പരിപാടിയാണെന്ന് മനസ്സിലായി തുടങ്ങി കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി കനകത്തിൻ്റെ നേർക്കാവാം എന്ന് ഇങ്ങനെ തോന്നി തുടങ്ങുകയാണ്. അങ്ങനെ ജാനകി നേരെ ചെല്ലുന്നത് കനകത്തിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ. അങ്ങനെ കനകമാണെങ്കിലും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. തൻ്റെ മക്കൾ പോയിട്ട് കാണുന്നില്ലല്ലോ എന്നുള്ള ടെൻഷനാണ്. നന്ദുവുമായുള്ള ഈ മുള്ളും മുനയും വെച്ചുള്ള ജാനകിയുടെ പെരുമാറ്റമൊക്കെ മനസ്സിനെ വല്ലാതെ കനകത്തിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ജാനകി വരുന്നത്. ആഹാ, ഇപ്പോൾ മനസ്സിനൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ടാവില്ലേ. എൻ്റെ മരുമകളാകാൻ പോകുന്ന അനാമികയെ നിങ്ങളുടെ മകൾ തട്ടിക്കൊണ്ട് പോയിട്ട് ഇപ്പോൾ നിങ്ങളൊന്നും അറിയാത്തതുപോലെയുള്ള നിങ്ങളുടെ ഇവിടെയുള്ള നിൽപ്പുണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിലുള്ള ആ മോഹമുണ്ടല്ലോ, അതൊരിക്കലും നടക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ കനകൻ ചോദിക്കുകയാണ്, എന്താ ജാനകി നീ പറയുന്നത്? ഈ വെറുതെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം പറയരുത്. മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണല്ലോ നിങ്ങളുടെ രണ്ട് മക്കളെയും ഇവിടെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഇനി മൂന്നാമത്തവളെയും വിവാഹം കഴിപ്പിക്കാം എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന കനകമാകെ ഞെട്ടാണ്. ജാനകി ഇങ്ങനെയൊന്നും മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പറയരുത്. മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് എൻ്റെ കുഞ്ഞ് അവന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചപ്പോൾ നീയും നിൻ്റെ മക്കളും കൂടിയിട്ട് നിൻ്റെ ചെറിയവളെ ഇവിടോട്ട് മരുമകളായി പിടിച്ചു കൊണ്ടുവരാൻ എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് എന്ന് പറയണേട്ടോ. എന്നാൽ ഈ സമയം അനാമികയുടെ അനാമികയുടെ അച്ഛനോട് ചൂടാവാണ്. അച്ഛനും മകളും കൂടിയാണ് ഇത്രയൊക്കെ വരുത്തി വെച്ചത്. നമുക്കറിയുന്നതല്ലേ, നമ്മുടെ കഴിഞ്ഞ കഥയൊക്കെ ഞാൻ നിങ്ങളോട് പറയണോ? നിങ്ങൾക്കത് ഓർമ്മയില്ലേ? അച്ഛനും മകളും ആ നാട്ടിൽ നിന്ന് പോന്നതിന് ശേഷം ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. നമ്മുടെ കയ്യിൽ എന്താണുള്ളതെന്ന് എല്ലാവരെക്കാൾ കൂടുതൽ നിങ്ങൾക്കും നിങ്ങളുടെ മോൾക്കും അറിയാവുന്നതല്ലേ. ഈ ഒരു വീട് വെച്ചിട്ടാണ് ആളുകൾ നമ്മളെ പണക്കാരൻ എന്ന് പറയുന്നത്. അതിപ്പോൾ ആ ഗുണ്ട പറഞ്ഞു വന്ന് പോയതും അല്ലേ. നിങ്ങൾ എന്താ അത് മനസ്സിലാക്കാത്തത്? എന്നിട്ട് എന്തിനാണ് നിങ്ങളും നിങ്ങളുടെ മോളും തന്നിഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി പുറപ്പെടുന്നത്? കഴിഞ്ഞ കാലം കഥ ഒന്ന് ഓർക്കുന്നത് നന്നായിരുന്നില്ലേ? അതിലാരെങ്കിലും ഒരാൾ നമ്മളെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അനന്തപുരിയിലെ ആ മരുമകളാവുക എന്നുള്ള ആ മോഹം തകർന്നു കഴിഞ്ഞാൽ എന്താണ് വരിക എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ? ഇപ്പോൾ അവിടുത്തെ മരുമക്കളായ നയനയും നവ്യയും അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ണിൽ കാണുന്നതല്ലേ. നമ്മളൊരു ബിഗ് സീറോ ആണ്, അവരുടെ അത്ര പണമില്ലാത്തവരാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ അനന്തപുരിയിലെ മുത്തശ്ശനും മുത്തശ്ശിക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ ബാക്കിയുള്ളവർ എങ്ങനെയുള്ള കൂട്ടങ്ങളാണെന്ന് അറിയില്ലേ. ദേവിയാനെയും ജലജയും അവരൊക്കെ എങ്ങനെയുള്ളവരാണെന്ന് നിങ്ങൾ ആ നയനയോടും നവ്യയോടും കാണിക്കുന്നത് കണ്ടതല്ലേ. പിന്നെ എന്തിനാണ് നിങ്ങളും നിങ്ങളുടെ മകളും കൂടി ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇനി അവൾ തിരിച്ചു വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കല്യാണമാണ് നമുക്ക് മുന്നിൽ കിട്ടിയിരിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ കുടുംബം ഒന്ന് മെച്ചപ്പെടുമെന്ന് ഞാൻ ചിന്തിച്ചതാണ്. അപ്പോഴേക്കും നിങ്ങളുടെ മകൾ വരുത്തി വെച്ച വിന കണ്ടില്ലേ. അയാളുടെ കയ്യിൽ അകപ്പെട്ടതല്ലേ. അവൾക്ക് കറങ്ങി നടക്കേണ്ട യാതൊരു ആവശ്യമുണ്ടായിരുന്നില്ല. ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ മകളും ഒന്ന് ഒതുങ്ങിയിരിക്കുന്നത്. ഇപ്പോഴെന്താണ് ഉണ്ടായത്? ഈ വിവാഹം നടക്കുന്നു എന്ന തോന്നൽ എന്നിൽ ഇനിയില്ല. പണം എവിടെ നിന്ന് നിങ്ങൾ സംഘടിപ്പിക്കും, എവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുകൊടുക്കും എന്നെങ്കിലല്ലേ അനന്തപുരിയിലെ ചെറുക്കനുമായി ഈ വിവാഹം നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ, നീ അല്ലെങ്കിൽ ഞാൻ തകർന്നു നിൽക്കുമ്പോൾ നീ എന്നെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയുടെ അച്ഛൻ അനാമികയുടെ അമ്മയോട് പറയുമ്പോൾ, ഞാൻ പറയുന്നതിലായോ കുറ്റം എന്ന് പറയാൻ കേട്ടോ.
ഇതേ സമയം ഗുണ്ട ചെന്ന് അനാമികയുടെ അടുത്തോട്ട് ചെന്നിരിക്കുകയാണ്. അങ്ങനെ അനാമികയോട് പറയാണ്, നിൻ്റെ അച്ഛനെ നിനക്ക് അത്യാവശ്യം സ്വത്തുക്കളും മുതലൊക്കെ തന്ന് കെട്ടിച്ചയക്കാൻ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പണമുണ്ട് എന്നാ പറച്ചിൽ. എന്നാൽ നിൻ്റെ അച്ഛൻ എന്താണെന്ന് എനിക്കും ചില ആളുകൾക്കൊക്കെ അറിഞ്ഞു തുടങ്ങുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിൻ്റെ അച്ഛനെ നിന്നെ ഈ ഒരു സ്വർണം എടുക്കാനും ഈ ചിലവുകൾക്കും സഹായിച്ചവൻ ഇനിയിപ്പോൾ താമസിയാതെ അവനും അറിയും. അവനും അറിഞ്ഞു കഴിഞ്ഞാൽ അനന്തപുരിയിൽ ചെന്ന് കഴിഞ്ഞാൽ അനന്തപുരിയിലെ പയ്യനെ നീ വളച്ചെടുത്തതൊക്കെ എന്തായാലും ആളുകൾ തിരിച്ചറിയും. നിൻ്റെ ഈ കൊള്ളരുതാത്ത പരിപാടിയുണ്ടല്ലോ, നീയും നിൻ്റെ അച്ഛനും കുറേ കാലമായി കൊണ്ടു നടക്കുന്ന ഈ പരിപാടിയുണ്ടല്ലോ, അതിലകപ്പെടുന്ന ഓരോരുത്തരും നിൻ്റെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എൻ്റെ മോളെ, ഒരു പാവം പയ്യനെ എന്തായാലും നീ ഈ വളച്ചൊടിച്ച് അവരുടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റുന്ന ഈ പരിപാടിയുണ്ടല്ലോ, ഇത് എന്തായാലും നടക്കില്ല. എൻ്റെ സ്വത്തിന് എന്തെങ്കിലും ഒരു തീരുമാനമായാലാണ് ഇനി ആ വിവാഹം നടക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയാണ്, ദയവ് തിരിച്ച് നിങ്ങൾ എന്നെ വിടൂ. എൻ്റെ വിവാഹശേഷം ഞാൻ നിങ്ങൾക്ക് എത്ര സ്വർണവും സ്വത്തും വേണമെങ്കിൽ തരാം. അതിന് നീ ചെറുക്കൻ വീട്ടിലോട്ടല്ലേ പോകുന്നത്, അല്ലാതെ ചെറുക്കനെ ഇങ്ങോട്ട് മേടിക്കില്ലല്ലോ. അനന്തപുരിയാണ്, അനന്തപുരിയെ കുറിച്ച് നിനക്കറിയില്ല, എന്നാൽ ഞങ്ങൾക്കറിയാം. അവിടെ എന്താണെന്നും എങ്ങനെയാണെന്നും അറിയാം. അതിന് നിൻ്റെ അച്ഛൻ പണമുള്ളവനല്ലേ, അതുകൊണ്ട് നിൻ്റെ അച്ഛനെ ആര് സഹായിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തുവാക്കുകൾ പറയുമ്പോൾ താൻ ഇനി എന്ത് ചെയ്യേണ്ടത് എന്നറിയാതെ അനാമിക ഇങ്ങനെ കരയാണ് കേട്ടോ. തൻ്റെ ജീവിതം പച്ചപിടിക്കാനുള്ള നല്ലൊരു ആയുധം തന്നെയായിരുന്നു അനി. അത് നഷ്ടപ്പെടുമോ എന്നൊരു പേടി അനാമികക്കുള്ളിൽ വരികയാണ് കേട്ടോ. എന്നാൽ ഈ സമയം അനാമിക പോയതിനെ തുടർന്ന് അനിക്ക് യാതൊരു ടെൻഷനുമില്ല. അങ്ങനെ അനി പറയാണ്, അവളുടെ തന്നിഷ്ടത്തിന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയതായിരിക്കും. അവളുടെ സ്വഭാവം അങ്ങനെയല്ലേ, ഞാൻ തുടക്കം മുതലേ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതാണ്. അവൾ തന്നിഷ്ടക്കാരിയാണ്. ഇവിടെ വിവാഹം വന്ന് ആലോചിച്ചതുകൊണ്ട് ഞാൻ പോലും അറിയാതെ അവളുടെ തന്നിഷ്ടത്തിനാണ് എന്നൊക്കെ പറഞ്ഞ് അനാമികയെ കുറ്റപ്പെടുത്തുമ്പോൾ ആദർശിന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ആദർശ് പറയണേ, തുടക്കത്തിലെ നിനക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ അനാമിക നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവരും അവരുടെ വീട്ടുകാരും നല്ല സ്റ്റാറ്റസ് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവളെ കാണാതായാൽ അവളെ കണ്ടെത്തുക എന്ന ഉത്തരവാദിത്തം നമ്മളോട് അടുത്തുമുണ്ട്. അതുകൊണ്ട് ചെറുക്കനാണ് നീ ഇങ്ങനെ മാറി നിൽക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നിങ്ങനെ ഇളയച്ചനോടും സ്വന്തം തൻ്റെ അച്ഛനോടും ആദർശ് അനിയോടും കൂടി തുറന്ന് പറയുമ്പോൾ അനി, എനിക്കെന്തോ അവളുടെ സ്വഭാവം അത്രങ്ങ് പിടിക്കുന്നില്ല. ഞാൻ പലതവണയായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ആദർശിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ. കാരണം ദേവയാനിയെ പോലെ സ്റ്റാറ്റസ്, അതായത് പണമുള്ള വീട് എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പിന്നെ തൻ്റെ അമ്മ ഇഷ്ടപ്പെട്ട ഒരു മരുമകളാണ് ഇനി ഈ വീട്ടിൽ വരുന്നത് എന്ന ആ ഒരു സന്തോഷമൊക്കെയാണ് ആദർശിൻ്റെ മുന്നിൽ വരുന്നത്. പക്ഷേ ഇനി സത്യങ്ങളെല്ലാം പുറത്തു വരും. ഇതേ സമയം നന്ദുവും നയനയും കൂടി അനാമികയെ കണ്ടെത്തും. കാരണം ഒരുവിധം ഗുണ്ടകൾ കൊണ്ട് ഈ മാറ്റി താമസിക്കുന്ന താവളം ഒരുവിധമൊക്കെ നന്ദുവിനെ അറിയാവുന്നത് കൊണ്ട് തന്നെ നന്ദു ആ ഇടത്തോട്ട് നയനയെ കൊണ്ടുപോവുകയും പിന്നീട് അനാമികയെ രക്ഷിക്കുകയും ഗുണ്ടകളൊക്കെ ഇടിച്ച ഒരു പരുവമായി കതിർമണ്ഡപത്തിലോട്ട് എത്തുമ്പോൾ അനാമികയുടെ സ്വഭാവം എടുക്കുമ്പോൾ അപ്പോഴാണ് ആദർശ് തിരിച്ചറിയാൻ പോകുന്നത്. ഇത്രയും വലിയൊരു പെരുങ്കള്ളിയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത്, അത് തെറ്റായിപ്പോയി എന്നുള്ള ആ തിരിച്ചറിവ് ഇനി ആദർശിനുള്ളിലും വരാൻ പോവുകയാണേ. എന്നാൽ ഈ സമയം ജാനകി കനകത്തിനോട് പറഞ്ഞ വാക്കുകൾ ഒരിക്കലും കനകത്തിൻ്റെ മനസ്സിൽ നിന്നും പോവില്ല. അറിഞ്ഞോ അറിയാതോ തൻ്റെ ബുദ്ധിമോശം കൊണ്ട് 2 മക്കളെ പണമുള്ള വീട്ടിലോട്ട് കല്യാണം കഴിക്കുക എന്ന ആ ഒരു ബുദ്ധിമോശം ചെയ്തതിന് ഇന്ന് താൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് മൂന്നാമതൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും താൻ ഈ വിവാഹത്തിന് സമ്മതം നൽകാത്ത അതുകൊണ്ടാണ് താൻ തൻ്റെ മകളെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോഴും തനിക്ക് കുത്തുവാക്കുകളായിരുന്നു. എന്നാൽ പഴയ കനകമായിരുന്നെങ്കിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിരുന്ന കനകത്തിന് അന്നൊരു പേരുദോഷവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജാനകിയോട് 4 വാക്കുകൾ പറയാൻ പോകുന്നുണ്ട്. എൻ്റെ മകളെ തന്നെയല്ലേ ഇപ്പോൾ നിങ്ങളുടെ മരുമകൾ എന്ന് പറയുന്ന അനാമികയെ കണ്ടെത്തിയത്, ഇനി അവളോട് ചോദിക്കുക അവൾ ആരാണ് തട്ടിക്കൊണ്ടുപോയത്, അവൾ എന്തിനാണ് അവളെ കൊണ്ടുപോയത് എന്നൊക്കെ ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ ജാനകി ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ.